സൂപ്പർ പടം. ടൊവിനോ തോമസിന്റെ ഏറ്റവും നല്ല പടം. മൂന്ന് ക്യാരക്ടറൊക്കെ അടിപൊളി അടിപൊളി പറയാൻ പറ്റാത്തത്ര അടിപൊളി അടിപൊളി നല്ല എക്സ്പീരിയൻസ്. പ്രതീക്ഷിച്ചതിന്റെ അപ്പുറം അതാണ് പടം. നമ്മള് ട്രെയിലറെ കണ്ട പോലെ ഒന്നുമല്ല, പ്രതീക്ഷിക്കാൻ്റെ അപ്പുറം അതാണ് പടം. എന്താണ് എടുത്ത് പറയാനുള്ളത്? എന്താണ് പടത്തിന്റെ പടമുള്ളത്? വിഷ്വൽ 3D തന്നെ പടം കാണാൻ സൂക്ഷിക്കുക. പിന്നെ സ്റ്റോറി നമ്മൾ ഇതുവരെയായിട്ട് കാണാത്തൊരു സ്റ്റോറിയാണ്. പിന്നെ ടൊവിനോ പല ക്യാരക്ടറായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിലെ എടുത്ത് പറയാൻ തോന്നിയ കാര്യങ്ങൾ? ടൊവിനോ ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ടാ മൂന്ന് ക്യാരക്ടറൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടാവും? എന്താണ് സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം. നല്ല പടമാണ്. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. മാസം അല്ലായിരുന്നില്ല, പക്ഷെ എന്നാലും ആവശ്യത്തിന് കാണുള്ളൂ. വിഷ്വലി പൊളിയാണ്. വിഷ്വലി നല്ലൊരു പടം. എങ്ങനെയുണ്ട് 3D എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? 3D എക്സ്പീരിയൻസ് പൊളിയാണ് കേട്ടോ. കാരണം അവരെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഇപ്പം സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഫസ്റ്റ് ലാലേട്ടൻ്റെ ഒരു സംഭവമുണ്ട്. ലാലേട്ടൻ്റെ ഒരു ബിഹൈൻഡ് ആ ഒരു വോയിസിൽ അത് തൊട്ട് പൊളിയായിട്ട് 3Dയും മേക്കിംഗ് വൈസും പൊളിയാണ് പടം. മൂന്ന് കഥാപാത്രങ്ങളും വ്യത്യസ്തമായിരുന്നു. അതിനനുസരിച്ച് ടൊവിനോനെ കുറിച്ച് പറഞ്ഞില്ല, പിന്നെ പുള്ളിക്കാരൻ നല്ല ലെവലിൽ ചെയ്തല്ലോ. എല്ലാവരും നല്ല പൊളിയായിട്ട് അഭിനയിച്ചോട്ടോ. പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മൾ പെൺകുട്ടിയുടെ ഋത്തി ഷെട്ടിയോ, ആ കുട്ടി അടിപൊളിയായിട്ട് നല്ല നാച്ചുറൽ തനി മലയാളി പെണ്ണ് പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ അവന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ പടത്തിലാണ്. നല്ല ഡയറക്ടർ ജിതിൻ ലാൽ വന്നിട്ട് ആദ്യമായിട്ട് ഡയറക്ട് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ എടുത്തെന്ന് പറയാനില്ല. സാധാരണ ഒരു നല്ല ഡയറക്ടേഴ്സ് പോലും കൂറായിട്ടിരിക്കുന്ന കൈ കാലഘട്ടത്തിൽ അവർ പൊളിയായിരുന്നു എടുത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ എടുത്ത് പറയാൻ? എല്ലാ പെർഫോമൻസും എല്ലാം അടിപൊളിയാണ്. 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 3D നല്ല വർക്കൗട്ട് ആയില്ല, എന്നാലും സൂപ്പർ അടിപൊളി വിഷ്വൽസ് ആയിരുന്നു. കിടിലൻ മ്യൂസിക് ഉണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം പറ്റി ബ്രോ എങ്ങനെയുണ്ട്? ടൊവിനോയുടെ മൂന്ന് ക്യാരക്ടർ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വൽസ് എല്ലാം നൈസാണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. എങ്ങനെയുണ്ട് ആ മൂന്ന് ക്യാരക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല പടമായിരുന്നു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാണ്. അതൊക്കെ ഒരിക്കലും പറയില്ല, ആദ്യത്തെ ഡയറക്ഷൻ ആണെന്ന് ഒരിക്കലും പറയില്ല. അത്ര നല്ല രീതിയിൽ ചെയ്തു. എങ്ങനെ ടൊവിനോയുടെ ആ ഒരു പെർഫോമൻസ് സൂപ്പറാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്യാരക്ടർ മണിയൻ എന്ന ക്യാരക്ടർ സൂപ്പറാണ്. ഭയങ്കര പടം കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ടൊവിനോയുടെ പെർഫോമൻസ് എല്ലാം കൊള്ളായിരുന്നു. നൈസ്. എങ്ങനെ 3D എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എടുത്തു പറയേണ്ടതാണ്. ചില പോയിന്റിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് വർഷം എടുത്തു വന്ന സിനിമയാണ്. അതെ അതെ, 3D നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പടം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ട്. ഒരു മൂന്ന് ക്യാരക്ടറിന്റെ വ്യത്യസ്തമായിട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മൂന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജിതിൻ ലാലേട്ടൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ ഇതിലെ റൈറ്റർ സുജിത്തേട്ടൻ സൂപ്പറായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. അടിപൊളി. വിഷ്വൽ എഫക്റ്റ് ആയാലും എന്തായാലും വളരെ 2.5 മണിക്കൂറിനൊന്നും ഒരു ലാഗുമില്ല, ഒരു ബോറുമില്ല. അടിപൊളിയായിട്ട് ചെയ്തു. 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ. പടം 3D തന്നെ കാണാം. 2D കണ്ടിട്ട് കാര്യമില്ല, 3D തന്നെ ഈ പടം കാണാൻ. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തില് എങ്ങനെ ഉണ്ടായിരുന്നു പടം? കുഴപ്പമില്ല, കൊള്ളാം. ഒരു വെറൈറ്റി കഥ. എങ്ങനെയുണ്ട് ആ ഒരു ടൊവിനോയുടെ ക്യാരക്ടർ? ക്യാരക്ടറൈസ് കൊള്ളായിരുന്നു. നല്ല